കോവളം ആഴാകുളത്ത് വിരണ്ടോടിയ പോത്ത് നാട്ടുകാരെയും വാഹനയാത്രക്കാരെയും മുൾമുനയിൽ നിർത്തിയത് അരമണിക്കൂറിലേറെ. തിരക്കേറിയ കോവളം കാരോട് ബൈപ്പാസിൽ ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം. വാഹനങ്ങൾക്ക് നേരെയും യാത്രക്കാർക്ക് നേരെയും പാഞ്ഞെടുത്ത പോത്തിനെ പിടിച്ചുകെട്ടുവാൻ നാട്ടുകാരുൾപ്പെടെയുള്ള സംഘം ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഫയർഫോഴ്സിനെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ഫയർഫോഴ്സിലെ സിവിൽ ഡിഫൻസ് വിഭാഗം പോത്തിനെ പിന്തുടർന്ന് പിടിച്ചുകെട്ടിയത്. ബൈപ്പാസിലൂടെ ഏകദേശം 4 കിലോമീറ്ററാണ് പോത്തോടി വാഹനങ്ങൾക്ക് നേരെ പരാക്രമം കാണിച്ചത്. വെള്ളാർ സിഗ്നലിന് സമീപമെത്തിയപ്പോഴാണ് പോത്തിനെ പിടിച്ചുകെട്ടുവാനും കഴിഞ്ഞത്. എന്നാൽ പോത്തിൻ്റെ ഉടമസ്ഥനെ ഇതുവരെ കണ്ടെത്തുവാനും സാധിച്ചിട്ടില്ല. ഏതോ വാഹനത്തിൽ നിന്നും വീണ് വിരണ്ടോടിയതാകാമെന്നാണ് നിഗമനം. വർക്ക്ഷോപ്പ് നടത്തുന്നതാണ്. അപ്പോൾ അവിടെ പണിയായിരിക്കുമ്പോഴാണ് ഇതേപോലെ ഒരു പോത്ത് ഓടി വരുന്നത് കണ്ടത്. നോക്കിയപ്പോഴത്തെ ആഴാളത്ത് ഒരു ബൈക്കിനെ തട്ടിയിട്ട് രണ്ടുപേര് ഹോസ്പിറ്റലായെന്ന് പറഞ്ഞു. അങ്ങനെ പുറകെ ഞാൻ ബൈക്ക് എടുത്തിട്ട് വന്നതാണ്. കോവളം ജംഗ്ഷനിലും കുറച്ച് പേരെയൊക്കെ തട്ടിയിടാൻ നോക്കി. അങ്ങനെ എതിരെ വരുന്ന വണ്ടികൾ, അതായത് വൺ സൈഡ് മാറി കയറിയാണ്. അങ്ങനെ ഞാൻ കൂടെ ബൈക്കിൽ വന്നിട്ടാണ് ഇവിടെ ഒരു ഓട്ടോക്കാരൻ്റെ സഹായത്തോടെ സൈഡ് ഒതുക്കിയിട്ട് പിടിച്ചതാണ്. ഇതുവരെയ്ക്കും ആരും വന്നിട്ടില്ല. ആയിരിക്കും അതൊന്നും വണ്ടി ഇപ്പൊ ഓണറൊന്നുമില്ല, ആരെയും വളർത്തിയതല്ലെന്ന് തോന്നുന്നത്. പോത്തിന്റെ ഉടമസ്ഥൻ എത്തിയില്ലെങ്കിൽ ഫയർഫോഴ്സ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുവാനുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരെ മുൾമുനയിൽ നിർത്തിയ പോത്തിനെ പിടിച്ചു കെട്ടിയതോടുകൂടിയാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും സമാധാനമായത്.